ഹായ് നമസ്കാരം, അഭിലാഷാട്ടയാണ്. എടാ വിഷ്ണു കൊച്ചിക്കാരാ, നീ കണ്ടാർന്നോ അവിടെ നിന്ന് ഇറക്കി വിടണത്? ജസ്റ്റ് ഒന്ന് പിടിച്ച് മാറ്റുന്ന ഒരു സംഭവമല്ലേ കണ്ടോളൂ. ചിലപ്പോൾ അവനോട് പിന്നെ ഡാൻസ് കളിക്കാമെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരിക്കും. ഇത് നീയും കുറേ ചാനലൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ചാനലിൽ കയറിയെന്ന് ഞെളിഞ്ഞ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർ വരെ അറിയട്ടെ എന്നുള്ള ഒരു കാര്യം. നിൻ്റെ പേജും റീച്ച് ആവണമല്ലോ. നിൻ്റെ പേജിൽ വിട്ടിട്ട് നിനക്ക് 10 രൂപ കാശ് കിട്ടണമല്ലോ. അതിനുവേണ്ടി വിനിയോഗിക്കുന്ന പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അവിടെ കൊല്ലം ഷാപ്പി എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു കലാകാരനാണ്. അദ്ദേഹം ഒന്നും അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നല്ല. അയാൾക്ക് എന്താണ് ഇപ്പോൾ പെരേര വന്നെന്ന് വെച്ചാൽ അയാളുടെ സ്ഥാനം പോകും. നല്ലൊരു പാട്ടുകാരനാണ്. ഇപ്പോൾ പെരേര വന്ന് അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയെന്ന് വെച്ചാൽ അയാളുടെ സ്ഥാനം പോകും. പൊട്ടത്തരമാണ്, മനസ്സിലായില്ലേ? ഈ പരിധിക്കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്താണ്, എനിക്കറിയുന്ന ആളാണ്. പുള്ളി ഒരു പ്രോഗ്രാമിന് വിളിച്ചു, അതിന് നല്ല കാര്യം. പക്ഷേ അവിടെ ചെന്നിട്ട് അപമാനിച്ചു, ഇറക്കി വിട്ടു എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു പരിപാടി കിട്ടുമോ? ഇനി അവരുള്ള ഒരു പരിപാടിക്ക് നിന്നെ വിളിക്കുമോ? എന്നിട്ട് നീ അവിടെ ചെന്നിട്ട് ഈ കുറ്റം പറഞ്ഞുള്ള വീഡിയോ ഇടുന്ന പരിപാടി, അത് വിഷ്ണുവിൻ്റെ ചാനലിൽ, അവൻ്റെ ചാനൽ റീച്ചാവും. നിൻ്റെ പേജിലല്ലായിരുന്നു, അവൻ്റെ ചാനൽ റീച്ചാവും, പൈസയും കിട്ടും. നീ പൊട്ടൻ, മനസ്സിലായോ? എന്നിട്ട് ചുമ്മാ ഉള്ള ചാനലിൽ മൊത്തം പോയി. ആ ചെറുക്കനെ ജസ്റ്റ് അങ്ങനെ സംഭവിച്ചെങ്കിൽ ആരും അറിഞ്ഞിട്ട് പോലില്ല. എന്നിട്ട് നീയൊക്കെ കൂടി നാട്ടുകാരെ മൊത്തം അറിയിക്കുന്ന പരിപാടിയായി വിഷു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ വന്നിട്ട് മറ്റിടത്ത് തരം കാണിക്കുക, മനസ്സിലായില്ലേ? ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്താണ് പെരേര, അതുകൊണ്ടാണ് പറഞ്ഞത്. നീ വന്നിട്ട് ഈ കുറേ മുമ്പേ വീഡിയോ എടുത്തിട്ട് നീ പോസ്റ്റ് ചെയ്യണം അവൻ്റെ കൂടെ വന്നിട്ട്. വിഷ്ണുവിൻ്റെ ഒരു കാര്യം തന്നെ ഞാൻ പറയുക, അത് മോശമാണത്. അങ്ങനെ സംഭവം ഉണ്ടായിട്ട് തന്നെ അത് വേണ്ട, അത് പോട്ടെ, അടുത്ത വീഡിയോ വേറെ വല്ലതും ചെയ്യണതിന് അത് പൊക്കിപ്പിടിച്ച് കുറേ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചാനലുകാർ സ്വന്തം പേജിലോട്ട്. അപ്പോൾ നീ എന്ത് നന്മയാണ് ചെയ്തുകൊണ്ടിരിക്കണത്? നീ കുറേ വീഡിയോ പറഞ്ഞിട്ട് ഇവനെ താങ്ങിയല്ല ഞാൻ നടക്കണത്, ഞാൻ ഒറ്റയ്ക്കാണ്, പിന്നെ ഇവൻ്റെ കൂടെ നടക്കണതുകൊണ്ട് നീ ചിലപ്പോൾ ജീവിച്ചു പോകണമെന്ന് തന്നെ പറ. എനിക്ക് ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് ജീവിക്കണതെന്ന്. ഓട്ടോറിക്ഷ ഓടിക്കണത് ഞാൻ പറഞ്ഞല്ലോ, പെരേരയുടെ വീട്ടിൽ കിടന്നിട്ടാണ് ഇവന് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. പെരേര വീടിൻ്റെ മുറ്റാണ് ഇവൻ്റെ ഓട്ടോ സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞ കറക്റ്റാ ആണ്. എപ്പോൾ വേണമെങ്കിലും നോക്കിക്കോ, ഇവനെ മൂഞ്ചിച്ച് പോകുന്നൊരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാതെ, മനസ്സിലായില്ലേ? നീ ഇനിയിപ്പോൾ നല്ല വീഡിയോ ചെയ്താലും പിന്നെ നീ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ എന്ത് ആളാണെന്നും നീ എന്ത് തരാണെന്നുള്ളത് എനിക്കറിയാം. നീ ആരാണെന്നും എനിക്കറിയാം, മനസ്സിലായില്ലേ? നിന്നെ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നീ നാറും. അതുകൊണ്ട് നീ പുറമെ കാണിക്കേണ്ട നീ എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം, മനസ്സിലായോ? ഞാനൊക്കെ കാണുകയാണ് ചെയ്യുന്നത്, ഒളിച്ചും പാത്തൊന്നുമല്ല, കാണുക. അല്ല, നല്ല തൻ്റെ ഇടം ഉണ്ട് എനിക്ക്. നീ ചെറുക്കനെ വെച്ചുകൊണ്ട് ഈ ഊമ്പി തരം കാണിക്കുന്നത് നിർത്ത്, മനസ്സിലായില്ലേ? നിർത്തുക. ആ ചെറുക്കനെ അവിടെ ഒരു അപമാനം പറ്റിയെങ്കിൽ അത് വിട്ടുകളാ. അടുത്ത വേറെ വല്ല വീഡിയോ ഇടാം കേട്ടോ. അവനെ അപമാനിച്ച് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നീ വീഡിയോ എടുത്തിരുന്നു. നിൻ്റെ കുറേ ചാനലുകാരെ കൂട്ടി ഉണ്ടാക്കണം. മോശ പരിപാടി നീ കാണിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. റീച്ചിന് വേണ്ടി വേറെ വല്ല പരിപാടി ഇടാവേ. ചുമ്മാ ഇതുകൊണ്ട് കണ്ടൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്. പെരേരനെ വേണം ആദ്യം മാറ്റിക്കാൻ. ചുമ്മാ നിന്നു കൊടുക്കണം നിന്നെ. അയാളെ വിവരം ഉണ്ടെങ്കിൽ പണ്ടേ രക്ഷപ്പെട്ടു പോകാനല്ലോ, അതില്ലല്ലോ. എൻ്റെ പൊന്നു വിഷ്ണു, പേരെ നിങ്ങൾ ഈ പരിപാടി നിർത്ത്, സ്റ്റോപ്പ് ചെയ്യേ. നാളെ നീ പറഞ്ഞു കണ്ടൻറ്റ് വീഡിയോ ഒന്നും ചെയ്യണില്ല, നല്ല പിള്ളേന്ന്. ബാക്കി ഞാൻ പറയണേ ഞാൻ.